ഓട്സ് വെച്ചിട്ട് 5 മിനിറ്റിൽ വളരെ ടേസ്റ്റിലായിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ഓട്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയ ആളുകൾക്കാണെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് കഴിക്കുവാണെങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് സ്നാക്സിനൊക്കെ പകരമായിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പും ദാഹമൊക്കെ മാറും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈസിയാണ്, വെറും 5 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ഓട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാക്കറ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്കൊരു കുറേ ദിവസത്തേക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിലും അതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള എൻ്റെ ഒരു സ്നാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണെന്ന് കാണിച്ചാൽ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ഓട്സ് ആണ് കേട്ടോ. ഏകദേശം ഒരു കുഞ്ഞ് ചെറിയൊരു ഗ്ലാസ്സിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഓട്സ് ആണ് എടുത്തേക്കുന്നത്. ഇതായത് ഇനിയിപ്പോൾ തീരെ കുഞ്ഞു പൊടി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ എടുത്തേക്കുന്നത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ തീരെ കുഞ്ഞു പൊടി കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഒരു 6 മാസം 8 മാസമൊക്കെ ഉള്ള കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അത് നമുക്ക് കുറുക്ക് പോലെ കോരി നമുക്ക് കൊടുക്കാനും എളുപ്പമുണ്ടാകും. വളരെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ വെയിറ്റ് വയ്ക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കത് ഇതുപോലെ ഒന്ന് പാനിലേക്ക് ഇട്ടിട്ട് ഒരു കുറച്ച് പാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ഗ്ലാസോളം പാലാണ് എടുത്ത് വെച്ചേക്കുന്നത്. നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടേസ്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ടേസ്റ്റൊക്കെ നോക്കി കഴിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒരു ഏലക്ക വേണമെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് വലിയ ആളുകൾക്കും ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടും. ചില ആളുകൾക്ക് ഓട്സിൻ്റെ ടേസ്റ്റ് അങ്ങ് ഇഷ്ടപ്പെടത്തില്ല. ഇത് അങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു നിർവാഹമില്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അത്യാവശ്യത്തിന് പഞ്ചസാര, എന്തോരാണ് പഞ്ചസാര ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കട്ടയൊക്കെ ഒന്ന് ഉടത്തിയെടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഒരു പാലിൽ കിടന്നൊന്ന് കുറുകി വെന്ത് വന്നു കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് നേരം മതി, വെന്ത് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ക്യാഷ്യൂ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്യാഷ്യൂ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഹോസ്റ്റൽ കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് വിശപ്പാണെന്ന് തോന്നുന്ന നേരത്തൊക്കെ നമുക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഗേൾസിന് മാത്രമല്ല ബോയ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ ഹെൽത്തിയാണ്, നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് വെയിറ്റ് വയ്ക്കാനൊക്കെ ആയിട്ടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നല്ല രുചിയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പോലെ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇത് എത്ര കഴിക്കില്ലാത്ത കുട്ടികളും ഇത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും, കാരണം അത്രയ്ക്ക് രുചിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഓട്സ് ആണ് കേട്ടോ. ഇനി നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കുന്ന കുട്ടികളൊക്കെ കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെ കഴിപ്പിക്കാനായിട്ട് എളുപ്പത്തിന് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് കൊക്കോ പൗഡർ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ ഈ കൊക്കോ പൗഡറിലേക്ക് നമുക്ക് ഇതിലൊരു ഇത്തിരി വെള്ളം ഇതുപോലെ ഒന്ന് ഇട്ട് ഇളക്കി ഒന്ന് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് നമുക്കത് ഈ ഒരു പാലിലേക്ക് നമുക്കതങ്ങ് കൊട്ടാട്ടോ. ശരിക്കും കട്ടയൊക്കെ ഒന്ന് ഉടത്തി കളഞ്ഞിട്ട് പയ്യെ ഒന്ന് കൊട്ടിക്കോട്ടോ. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് വന്നു കഴിയുമ്പം ശരിക്കും ചോക്ലേറ്റിൻ്റെ ഒക്കെ ലൈറ്റ് കളറായിട്ട് വരും. ഒരു കൊക്കോയുടെ ഒക്കെ ടേസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുവാണെങ്കിൽ ഈ വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ വിട്ട് വന്ന് കഴിക്കാൻ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് മടിച്ചുപോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഒരുപാട് വിലയൊന്നുമില്ല, ചെറിയൊരു പാക്കറ്റ് ഓട്സൊക്കെ വാങ്ങിച്ചിട്ട് കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. വെയിറ്റ് വയ്ക്കാനൊക്കെ ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പം വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ സ്നാക്സ് ബോക്സിലൊക്കെ നന്നായിട്ട് എയർടൈറ്റായിട്ട് അടച്ചിട്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തും വിടാം. അപ്പം അങ്ങനെ വേണമെങ്കിൽ കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ തീരെ പൊടി കുഞ്ഞു കുട്ടികൾക്കൊക്കെ നിങ്ങൾക്കത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ കുട്ടികൾ എന്തായാലും ഒരു അവർ കഴിക്കും, കാരണം അത്രയ്ക്ക് രുചിയുള്ളതായിട്ടാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പം ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ മുകളിൽ കുട്ടികൾക്ക് തൂളി കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട്സോ ഇച്ചിരി ചോക്കോ ചിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾ കഴിച്ചോളും. അപ്പം ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഇത് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ബൈ.